ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിൻ്റെ മനസ്സിൻ്റെ വേദന അറിയുന്ന പരിശുദ്ധ മാതാവ്, നിൻ്റെ കുടുംബത്തിൻ്റെ സങ്കടമറിയുന്ന പരിശുദ്ധ മാതാവ്, നിൻ്റെ ജോലി മേഖലയിലെ തടസ്സങ്ങൾ അറിയുന്ന പരിശുദ്ധ അമ്മ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും തൻ്റെ പ്രിയസുതൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് അനുഗ്രഹമായി നമുക്ക് ലഭിക്കട്ടെ. ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഫെബ്രുവരി 27 സ്പെയിനിലെ ഉപായ മാതാവ്. 14-ാം നൂറ്റാണ്ടിൽ ഒരു ആട്ടിടയനെ അലൗകികമായ ഒരു പ്രകാശം മാതാവിൻ്റെ നിൽക്കുന്ന ഒരു രൂപത്തിലേക്ക് ആനയിച്ചു. അവിടെ പിൽക്കാലത്ത് ഉപായ മാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു പള്ളി പണിതു. 1738 ആ രാജ്യത്ത് വളരെ ദയനീയമായ ക്ഷാമം അനുഭവപ്പെട്ടു. ഫെബ്രുവരി 13 കൗൺസിൽ കൂടി 9 ദിവസം അഗസ്റ്റീനിയൻ സന്യാസ മഠത്തിൽ നിന്ന് പ്രധാന പള്ളിയിലേക്ക് മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നൊവേനയും നടത്തുവാൻ പരിസരവാസികൾ തീരുമാനിച്ചു. ഫെബ്രുവരി 24 മുതൽ 27 വരെ മഴ പെയ്തു. വീണ്ടും കൗൺസിൽ കൂടി ചിക്കാലനയുടെ മധ്യസ്ഥയായി ഉപായ മാതാവിനെ പ്രതിഷ്ഠിച്ചു. വളരെയേറെ അത്ഭുതങ്ങൾ ഇന്നും അവിടെ നടക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട്. നമ്മുടെ ഇന്നിൻ്റെ നിയോഗം നമുക്ക് ഓർക്കാം. നമ്മുടെ മക്കളെയും ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും അലട്ടുന്ന രോഗങ്ങളെയും മാറാ രോഗങ്ങളെയെല്ലാം മാതാവിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ, അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മേ എന്ന പ്രാർത്ഥനയോടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.